നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സകലതും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഖത്തർ വേൾഡ് കപ്പ് കിരീടം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ, അതുപോലെ തന്നെ ഒരു ഫൈനലിസിമ എന്നിവയൊക്കെ അദ്ദേഹം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഖത്തർ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗവും അതുപോലെ തന്നെ കഴിഞ്ഞ 2 കോപ്പ അമേരിക്കയിലെ ഗോൾഡൻ ഗ്ലൗവുകളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫിഫ ബെസ്റ്റ് പുരസ്കാരവും യാഷിൻ ട്രോഫിയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അർജന്റീനക്കൊപ്പം ഇനി ഒന്നും തന്നെ എമിക്ക് നേടാൻ ബാക്കിയില്ല എന്നുള്ളതാണ്. ക്ലബ്ബ് തലത്തിലാണ് ഇനി അദ്ദേഹത്തിന് കിരീടങ്ങൾ ലഭിക്കേണ്ടത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഉനൈ എംറിക്ക് കീഴിൽ മികച്ച പ്രകടനം നടത്താൻ ആസ്റ്റൺ വില്ലയ്ക്കും അതുപോലെ തന്നെ ഗോൾ കീപ്പറായ എമിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് അവർ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം തന്നെ UCL പുറത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വില്ലയുള്ളത്. എമിലിയാനോ മാർട്ടിനസിനെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നുള്ള റൂമറുകളൊക്കെ നേരത്തെ പ്രചരിച്ചിരുന്നു. എന്നാൽ താരത്തെ ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ആസ്റ്റൺ വില്ല വിട്ട് പുറത്തു പോകാൻ എമി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പുതിയ കോൺട്രാക്റ്റ് ക്ലബിനോടൊപ്പം അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞു. 2029 വരെയുള്ള പുതിയ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നത്. 2020 ഈ ഗോൾ കീപ്പർ ആസ്റ്റൺ വില്ലയിൽ എത്തിയത്. 2022 അദ്ദേഹം പുതിയ കരാറിൽ ഒപ്പുവെച്ചു. 2027 വരെയാണ് അന്ന് ഒപ്പുവെച്ച ആ ഒരു കരാർ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ 2 വർഷത്തേക്ക് കൂടി പുതുക്കിയിട്ടുള്ളത്. ക്ലബിന് വേണ്ടി ആകെ 54 ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടുള്ള താരമാണ് എമിലിയാനോ മാർട്ടിനസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ എമിയുടെ മുൻ ക്ലബ്ബായ ആഴ്സണലാണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.